ഗൈസ് നിങ്ങൾ നോക്ക്, ശരിക്കും നല്ല ജ്യൂസി ആയിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ എനിക്ക് നിങ്ങളൊരു സാധനം കാണിക്കാനുണ്ട്. കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കുടുംബിനിമാർക്കും അമ്മമാർക്കും വല്ലാത്ത വേദന ഉണ്ടായി. കാരണം ഞാൻ സ്റ്റീലിന്റെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ചരണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ സ്പൂൺസ് ഞാൻ അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ അമ്മമാരെ കണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്, വേറെ ആരുമില്ല. അപ്പൊ ഇന്ന് എനിക്കിത് അധികം യൂസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും ഇത് ഞാൻ വാങ്ങിച്ചത് കാണിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ചിക്കൻ തായ് ഗ്രില്ലും പിന്നെ ബ്രോക്കോളി ബോയിൽഡ്, ബട്ടർ ബോയിൽഡ് ബ്രോക്കോളിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ 2 തൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്കിന്നോട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് സ്കിന്നിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. സ്കിന്നിലാണ് നല്ല ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ ഷാൻഡി കണ്ടിട്ടുണ്ടാവാൻ ഞങ്ങൾ തെറി വിളിക്കും. കാരണം എപ്പോൾ ഇത് വാങ്ങിക്കാൻ പോയാലും ഇവൻ തൈസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ പറയാം, ഷാൻഡി നമ്മുടെ ഡയറ്റിലാണ്, നമ്മൾ ബ്രസ്റ്റ് മാത്രം എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ചെക്കനെ തെറിയും പറഞ്ഞ് ഞങ്ങളിത് എടുപ്പിക്കാറില്ല. ഇപ്പം അവൻ ഇവിടെ ഇല്ല, അവൻ ഒരാഴ്ച ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഇതൊക്കെ മേടിച്ച് ഗൈസ്. എന്താണെന്നറിയില്ല, അവൻ പോയി കഴിയുമ്പോൾ എന്തോ വല്ലാത്തൊരു സുഖം. അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ഇവിടെ പോക്ക് ചെയ്ത് കൊടുക്കണതാണ്. ഒരുപാട് ഇങ്ങനെ നമ്മൾ ചെയ്യരുത്, വരയരുത്, കാരണം ഇതിൻ്റെ ജ്യൂസിനെസ് പോകുമെന്നാണ് നമ്മുടെ ബൂംബാങ് ചേട്ടൻ പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു ആളാണ്, ബൂംബാങ് ടീമാണ്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇതിന് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ പച്ച കളർ ചിക്കനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടായി വരുമ്പോൾ ഏത് കളർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഗാർലിക്ക്, കുറച്ച് ജിഞ്ചർ, ഇതൊക്കെ ഞാനവിടെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇനി അല്ല അമ്മച്ചിമാർ അല്ല കുടുംബിനിമാർ പറയും കഴുകിയില്ലാന്ന്. ഭയങ്കര ശ്രദ്ധയുള്ള ആകെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ വിലയേറിയ കമൻസാണ് കേട്ടോ. ഇത്ര, അതായത് ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഗ്രീൻ ചില്ലി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട്. അത് ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എനിക്കിഷ്ടമാണ് പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ. അത് കഴിഞ്ഞ് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും ചില്ലി ഫ്ലേക്സിനോട് എനിക്ക് പ്രത്യേകം എന്തോ ഒരു വികാരമുണ്ട്. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് നമുക്ക് ഇപ്പിടണ്ട, ഇന്നത്തേക്ക് ഇട്ട് കുഴക്കുമ്പിടാം. കുറച്ച് കട്ട തൈര് കേട്ടോ. ലൈം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് നമുക്ക് പിഴിയാം. ആൻഡ് ലാസ്റ്റ് നമുക്ക് മേലെയും കുറച്ച് പിഴിയും. പാറുവിൻ്റെ ചുമയാണ് ഗൈസ്. കുറച്ച് വെള്ളം വേണോ പാറു? വേണ്ടേ? നന്ദിയുണ്ട് ഗൈസ്, ഞങ്ങൾക്ക് സുഖമില്ല ഗൈസ്. അതൊന്നും ഇവിടെ പറയണ്ടെന്നായിരിക്കും പറഞ്ഞത്. എൻ്റെ ബലമായ സംശയം ഇത് ഷാൻഡിയുടെ ബ്രാക്കാണോ. അവൻ പോയ കഴിഞ്ഞ പിന്നെ ഞങ്ങള് അടിപൊളി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ അന്ന് ഞങ്ങൾക്ക് വയറ് വയ്യ ഗൈസ്. ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക്. അപ്പം നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടുത്തെ മിക്സ് ആയതുകൊണ്ട് നല്ലപോലെ അരിഞ്ഞ് വരുമെന്ന് നമുക്ക് പറഞ്ഞുവിടാം. ചില നേരം ഒരു മാരിയാണ്. ഓക്കെ, ഇവിടുത്തെ ക്യാമറമാനെന്ന് എനിക്കറിയില്ല. എന്നെ കാണിക്കുന്നത് ഞാൻ വിളിച്ച് കരഞ്ഞാലും ഇവിടെ എന്നെ കാണിക്കുന്നുള്ളൂ. സാധനം സമയത്തില്ല കാണാൻ നല്ല ഭംഗിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഗൈസ്. ആഡ് ചെയ്യാം. കൊള്ളാട്ടോ. നമ്മളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് തോണ്ടി ഇടണം കേട്ടോ. എൻ്റെ മമ്മയാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഇതിങ്ങനെ തോണ്ടി വൃത്തിയാക്കി വടിച്ച് ഇങ്ങനെ. ഞാൻ സാധാരണ വീട്ടിലൊക്കെ ചെയ്താൽ ഇത്രയൊക്കെ ഇങ്ങനെ ബാക്കി ഉണ്ടാവും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടും. അതാണ് തിരിച്ചെന്നെ വിളിച്ച് എടുപ്പിച്ചിട്ട് ഇതിങ്ങനെ തോണ്ടി മത്ത് വടിച്ച് ഇതിനകത്തേക്ക് ഇടിപ്പിക്കും. അതാണ് ഗൈസ് എൻ്റെ മമ്മി. മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണെന്ന് പറയും. ഞാൻ പഠിപ്പിച്ചോണ്ട് ഇപ്പൊ അതൊക്കെ പഠിച്ചു എന്നൊക്കെ പറയും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇച്ചിരി ലൂസായി പോയ പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. നല്ലപോലെ ലൂസായി. ഇച്ചിരി കോൺഫ്ലവർ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഇല്ലാത്ത സാധനത്തെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പാറുവിൻ്റെ തോന്നുന്നു. ഇങ്ങനെ നല്ലപോലെ
മാരിനേറ്റ് ചെയ്യുക. എന്താണ് ഞാൻ ലൂസായി വെച്ച് തൈര് ഇട്ടുള്ളത്? നക്കി നോക്കട്ടെ ടേസ്റ്റ് എന്താന്ന്. ടേസ്റ്റ് കൊള്ളാം, ഉണ്ട്, നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. ബ്രോക്കലി ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പിൽ വെക്കാം കേട്ടോ. ബ്രോക്കലി വേണമെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ മറ്റേത് ഗ്രില്ല് ചെയ്ത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് അതിൻ്റെ പറയുന്നുണ്ടെങ്കിൽ സമയം കുറെ പോകും. അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രോക്കലി ബോയിൽ ചെയ്താൽ മതി. ഓക്കെ, വെള്ളം ചൂടാവട്ടെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് എയർ ഫ്രയറിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് അവനോ അല്ലെങ്കിൽ പാൻ ഫ്രൈയോ ഡീപ്പ് ഫ്രൈയോ എന്ത് വേണം ചെയ്യാം. ഇത് കണ്ടോ, അയ്യോ ഹലോ ഗൈസ്, നോക്കൂ, മസാല എല്ലാം അടി ഫ്രോസൺ ആയിരിക്കുകയാണ്. ഇപ്പൊ മസാല കുറച്ച് തിക്കായില്ലേ, ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. കാറിച്ചിരിക്കുന്നു വലിയ കാല്. ശരിക്കും പറഞ്ഞത് ഉണ്ടാക്കാനുള്ള കാരണം എന്താ പറയുക, ഞങ്ങളത് മേടിക്കാൻ കഴിഞ്ഞ ദിവസം ഏത് സിനിമ കണ്ടപ്പോഴായിരുന്നു, മറ്റേ നമ്മുടെ ആകാശദൂത് സിനിമയിലെ കൽപ്പന സ്വാമി വേഷം കെട്ടി വരും. അപ്പൊ പുള്ളിക്കാരി ക്രിസ്ത്യാനിയാ. അപ്പൊ പുള്ളിക്കാരിയുടെ അപ്പനാണ് ജഗതി വരുമ്പോ, മകളെ നീ എത്ര കാലം ഈ പച്ചക്കറി തിന്ന് ജീവിക്കും, മകൾക്ക് അപ്പം പൊറോട്ടയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ ചിക്കൻ കാരെടുത്ത് പുള്ളിക്കാരി കടിച്ചു പറിക്കും. അത് കണ്ടപ്പോ എനിക്കിത് തിന്നണം കഴിയും. ഭയങ്കര ടെൻഡൻസിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. നല്ല തണുപ്പ് കൈ മറിക്കുന്നു. അപ്പോൾ നമ്മൾ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞാനൊരു 345 കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്താ സ്ലോ കുക്ക് ചെയ്ത് ജ്യൂസി ആയിട്ട് കിട്ടാനാണ് ഇഷ്ടം. എന്താവോ എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് കുറേ നേരം വേവിക്കാം കേട്ടോ. പ്രീഹീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ ഊരിയ എന്നിട്ട് നമ്മൾ ഈ സാധനം വെക്കുന്നുണ്ട്. ഈ അടിയത്തെ പാത്രം കഴുകാനുള്ള മടികാരനാണ് ഇത് വെക്കുന്നത്. കഴുകാൻ താല്പര്യമുള്ളവർക്ക് ഇത് വെക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കഴുകണ്ടേ, ഇത് കഴുകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അടുപ്പിച്ച് കാണിക്കുവാറ് അങ്ങനെ ഭംഗിയിൽ വെച്ചിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒരു സ്കിൻ ചിക്കൻ്റെ സ്കിൻ പൊളിഞ്ഞു വന്നെന്ന് തോന്നുന്നു. നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മറിച്ചിടുമ്പോൾ കുറച്ച് മസാല അതിൽ തേക്കാം കേട്ടോ. ഇതിങ്ങനെ വെക്കുക. ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് എയർ ഫ്രൈ തുടങ്ങിയോ. അപ്പം നമ്മൾ ഈ ബ്രോക്കോളി ബോയിൽ ചെയ്തെടുക്കാൻ പോകണം. ഈ ബ്രോക്കോളി ആണെങ്കിൽ കണ്ടോ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതാണ്. ഏതോ ഒരു കമ്പനിയുടെ കേട്ടോ, ഫാമിലി ഫേവറേറ്റ്സിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ബ്രോക്കോളി. ഫ്രഷ് ആയിട്ട് ഞങ്ങളത് മേടിച്ച് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഗൈസ്. ബ്രോക്കോളി നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്യാൻ പോവാണ്. വെള്ളം തിളച്ച് തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മൾ 2 പേരേ ഉള്ളൂ, ഷാൻഡി ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മതിയാകും. പിന്നെ ഞങ്ങളൊന്ന് കാർബൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വയറിന് വയ്യ. അതുകൊണ്ട് പ്രോട്ടീനെല്ലാം മാത്രമേ ഉള്ളൂ. മതിയാവൂല്ലേ? ധാരാളം. അപ്പോൾ നമുക്ക് അത് അവിടെ കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പം ബ്രൊക്കോളി ഇതിൽ ഇങ്ങനെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ബ്ലാഞ്ചായി കിട്ടിയാൽ മതി. ബ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പുഴുങ്ങുക. അപ്പം അത്ര ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്യാമെന്ന് ഡ്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ എലിക്കണി ചവിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഡ്രെയിൻ ചെയ്തോടെ വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ആവാറാകുമ്പോഴത്തേക്കും നമുക്ക് സോൾട്ട് ബട്ടറിലിട്ട് സെറ്റാക്കി എടുക്കാം. വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇത് മണി അടിച്ചു. അതായത് മറിച്ചിടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. നോക്കൂ ഗൈസ്, ഒരു ബ്രൗണിഷ് ഒക്കെ ആയിരിക്കുന്നത് കണ്ടോ? ലവ്ലി. ചേട്ടൻ്റെ കോപ്പി അടിക്കട്ടെ ഗൈസ്. മറിഞ്ഞ് കിടക്കോ, മറിച്ചിടുക. അതുപോലെ ഇതും മറിച്ചിടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ള മസാല തേച്ച് വിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ബട്ടറോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ചെയ്യുന്നില്ല, ഓൾറെഡി സ്കിന്നുള്ള ചിക്കൻ ആയതുകൊണ്ട്.
എനിക്കെല്ലാം കൈപ്പണിയാണ് ഗൈസ് ഇഷ്ടം. നമുക്ക് വേണമെങ്കിൽ ബ്രഷൊക്കെ ഇട്ട് തേച്ച് കൊടുക്കാം. ഈ സൈഡ് ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു. പിന്നെ എന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആകാശദൂത് സിനിമയിലെ കൽപ്പന, പക്ഷെ അത് ആകാശദൂതല്ല ഗൈസ്, ആകാശഗംഗ. പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ എല്ലാവരും പറയും ഞാൻ തെറ്റിച്ച് പറഞ്ഞു. എനിക്ക് റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്, പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ. അപ്പം നമുക്കിത് വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒക്കെ 9 മിനിറ്റും കൂടെ കിടപ്പുണ്ട്, അതിന് അപ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും. അപ്പം ഞങ്ങൾ ഫിറോസിക്കയുടെ ചൂണ ഫിഷ് കൊണ്ട് എന്ത് അച്ചാറുണ്ടാക്കുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വയറ് വെള്ളം വരുന്നതായിരുന്നു. ബാക്കി കാണട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ കുക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന എന്തായിരുന്നു ബ്രോക്കോളി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബട്ടറിലിട്ട് ബട്ടറാണോ നമ്മുടെ മേടിച്ചത്? സോൾട്ടഡ് ആണ് മേടിച്ചത് ഗൈസ്, കാരണം അൺസോൾട്ടഡിന് ഭയങ്കര വിലയായിരുന്നു. അപ്പൊ ദരിദ്രവാസികളായി ഞങ്ങൾ സോൾട്ടഡ് മേടിച്ചിട്ട് പറഞ്ഞു ഇനി ഉപ്പുണ്ടല്ലോ പറഞ്ഞ് ഞങ്ങൾ സോൾട്ടഡ് മേടിച്ചിട്ട് തന്നു. മതി, ചൂടാകുമ്പോ തന്നെ മെൽറ്റ് ആയിക്കോളും. അപ്പൊ ഗൈസ് ഫൈനലി നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യാൻ പോവാണ്. എല്ലാരും ആനന്ദിക്കുവിൻ ഇത് മേടിച്ചില്ല. സന്തോഷം കിട്ടും ഇത് മേടിച്ച. ഒന്നും നോക്കിയില്ല, $2 $3 ഞാൻ എടുത്ത് എറിഞ്ഞ് കഴിച്ചു. ഡോളറാമേ വീശി. ഇപ്പം നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം. കഴിച്ച് ഇളക്കുമ്പോൾ ഈ ഒച്ച കേൾക്കും, നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കണം. കൈ തട്ടി പല സാധനങ്ങളും താഴെ വീണു, ഇങ്ങോട്ട് കാണിക്കണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ ഇതിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ വെള്ളത്തിൽ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ഞാൻ ഈ സ്റ്റേക്ക് സ്പൈസ് ആണ് ഇടാൻ പോകുന്നത്. എല്ലാവരും ഒന്നും ഇടാറില്ല, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്, അപ്പം ബട്ടറിലും സോൾട്ട് ഉണ്ട്. ഇന്നാളെ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഈ ബ്രോക്കോളിയുടെ തലയിൽ മേത്ത് ഉപ്പ് കറഞ്ഞൊക്കെ തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പെപ്പർ ഒരു നല്ലൊരു വികാരമാണ്. ഇത് നമുക്ക് കുറച്ച് പെപ്പർ ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്റെ സ്കിൽസ് കാണുക ഗൈസ്. എല്ലാം കൂടെ മോന്തി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഗ്രഹത്തിന് ഉപകരിക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ നാണം കിട്ടും. ഇങ്ങനെ എല്ലാവരും ഇതിങ്ങനെ തിരിഞ്ഞു വരണം. പിന്നെ നമുക്കിത് വെച്ചാക്കാം. ബ്രോക്കോളിയുടെ പരിപാടി ഇത്രേ ഉള്ളൂ. സത്യമാണ്, നിങ്ങൾക്ക് കൂടുതൽ ബട്ടറിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ബട്ടർ ഇടാട്ടോ, ഞങ്ങൾ ഇടുന്നില്ല. അപ്പൊ ഗൈസ് മണി അടിച്ച് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് റെഡി ആയാൽ നോക്കാം. Crispy outside, juicy inside. ഇത് നമ്മുടെ ഭൂഭാഗ്യം പറയുന്നത്. പുള്ളിയുടെ വീഡിയോ കണ്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ഭയങ്കര ഫാനായി പുള്ളിയുടെ. അപ്പൊ നമുക്ക് ഇത് എടുത്ത് പ്ലേറ്റ് ചെയ്യാം. പച്ച ചിക്കൻ ആണെങ്കിലും എല്ലായിടത്തും പച്ച കാണുന്നില്ലല്ലോ, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ജ്യൂസ് അതിന്റെ മേലെ വെക്കാം. ഇതാണ് അതിന്റെ മെയിൻ ടേസ്റ്റ്. ശരിക്കും എൻ്റെ വായിൽ വെള്ളം വരുന്നു. വേറെ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഓവർ റിയാക്ഷൻ ആണ്. ഇത് മാത്രമല്ല, ആരുടെ വീഡിയോ കണ്ടാലും എൻ്റെ വായിൽ വെള്ളം വരും. ഞാൻ അങ്ങനത്തെ ഒരു ഭക്ഷണപ്രിയയാണ് ഗൈസ്. അതായത് സൂം ചെയ്തെടുത്തോളൂ. ഇത് ഞങ്ങൾ വേറെ ഒരു എണ്ണയും ചേർത്തില്ല. ആ സ്കിന്നിന്ന് മാത്രം ഇറങ്ങിയ ഫാറ്റ് ആട്ടത്. അപ്പൊ നമ്മള് എണ്ണയും ബട്ടറൊക്കെ ചേർത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും എണ്ണ ഉണ്ട്. ണ്ടോ ഈ സ്പൂണിൽ നോക്ക്, അടിയിലത്തെ ചിക്കൻ്റെ മുകളിലിട്. മാത്രം കഴിക്കുമ്പോൾ തോന്നി. നമുക്ക് ബ്രോക്കോളി സൈഡിലേക്ക് വെക്കാം. നല്ല ബട്ടർ റോസ്റ്റഡ് ബ്രോക്കോളി മതി. നമുക്ക് ഇച്ചിരി ലെമൺ
ഇത് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പം യമ്മി യമ്മി ഗ്രിൽ ചിക്കൻ ഗ്രിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാൻഡി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാറുവിനെ കൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. നിങ്ങൾ നോക്ക്, ശരിക്കും നല്ല ജ്യൂസി ആയിട്ടില്ല. അതിൻ്റെ ഉള്ളു നോക്കിയാൽ നല്ല ശരിക്കും നല്ല ജ്യൂസിയാണ്. ശരിക്കും ഈ ചിക്കനൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ വറക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ചേച്ചി മമ്മിയൊക്കെ വറക്കുകയാണെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ കൊള്ളി പോലെ ആക്കി കളയും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പാറു. കേട്ട് പരിചയം ഉണ്ടാവും. ഇടയ്ക്ക് ചിലർക്കൊക്കെ കണ്ടു കാണും അല്ലേ. ടേസ്റ്റി സുന്ദരി അടി. ചെറിയൊരു ഉപ്പുണ്ട്. ഞാൻ പറയാം, ഞാൻ എങ്ങനെ ബ്രോക്കോളി ഉണ്ടായാലും ഉപ്പ് ഇട്ട് പോലുമില്ല. എന്നിട്ടും ആ ബട്ടറിൽ നിന്നുള്ള മറ്റേ ചെറുതായിട്ട്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അത്ര ഉപ്പില്ല. അയ്യോ ഒന്നും തിന്നാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ഉപ്പായിരുന്നു. കട്ട് ചെയ്യാൻ നമുക്ക് ഇച്ചിരി സമയം വേണം ഗൈസ്. കുറച്ച് ആ മസാലയും കൂടെ പിന്നെ ഒരു ജ്യൂസി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചൂടാണ് ഊതിയിട്ട് എണ്ണാക്കല്ല പൊള്ളിയിരിക്കും. ഓൾറെഡി ചായ കുടിച്ച് കൊള്ളിരിക്കാം. ശരി മേടിക്ക്. ശരിയോ? ശരിക്കും എനിക്ക് ഫീൽ ഉണ്ട് ഗൈസ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാനിത്. ജ്യൂസി ആയിട്ട്, പക്ഷെ തൊലി നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെയാണ് കണ്ടത്. നമുക്ക് ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിവിടെ വെച്ചപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഒഴുകി അത്രയ്ക്ക് ജ്യൂസിയും ഫാറ്റ് ഓയിലൊക്കെ വന്നിട്ടുള്ള അടിപൊളി സാധനമാണ്. ഞാൻ തീറ്റയുടെ ആ സ്പൂണും കത്തിക്കുന്നു. ഞാനൊക്കെ കുറച്ചെടുക്കാൻ പണിയാണ്. അയ്യോ അങ്ങനെ മറിഞ്ഞ താഴേക്ക് പോയുണ്ട്. ഇവളെന്നെ കൊല്ലും ഹൃദയസ്തംഭനം വന്ന് ഞാൻ അപ്പം തന്നെ സ്പോട്ടി ഡെഡ് ആവും. ശരിക്കും നല്ലതാ ഗൈസ്. ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല ഞാൻ സ്വന്തം ഉണ്ടാക്കിയത്. സത്യമായിട്ടും നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഫോട്ടോ ഞാൻ എടുത്തു. കമ്പനിയിലിടാൻ ഫോട്ടോ വേണം. ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ഞാൻ കാർബ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് എടുത്ത് മസാല കൂട്ടി തിന്നാനൊരിത്. ഇത് വേണ്ട. ഇങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നിരിക്കുന്നത്. ഇത് വൃത്തികേടല്ല ഗൈസ്, ഇതെൻ്റെ പെയിൻറ്റിങ് പണിപ്പുരയാണ്.